ഉറക്കെ പറ. കൊണ്ട് ഫേവറേറ്റ് ഒരു സ്ഥലമുണ്ട്. എവിടെയാ? ഈഗിൾ. ഓ സോറി, ബസ് വണ്ടി എന്നൊക്കെ പറയല്ലേ. അങ്ങനെ ഞങ്ങൾ ഇന്ന് ഞങ്ങളുടെ ഗ്രാൻഡ് സണ്ണിനെ കൊണ്ട്, കെവിൻ്റെ മോനെ കൊണ്ട്, അവൻ്റെ പേര് റീഗൻ റെക്സ് പഠിക്കുന്ന, പക്ഷേ റേ എന്നാണ് ഞങ്ങൾ വീട്ടിൽ വിളിക്കുന്നത്, റേക്കുട്ടൻ. അവനെ കൊണ്ടൊന്ന് ജസ്റ്റ് ഡ്രൈവിന് ഇറങ്ങിയതാണ്. ഇടയ്ക്ക് അങ്ങനെയൊക്കെ പോകാറുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ വൈകുന്നേരം ഈവനിങ് ആയപ്പോൾ അപ്പം ഞാനും മോൻചാനും കൂടെ റേക്കുട്ടനെ കൊണ്ടുവന്ന് ഫോർട്ട് കൊച്ചി, അവന് ഇഷ്ടപ്പെട്ടൊരു സ്ഥലമാണ് ഫോർട്ട് കൊച്ചി. അപ്പോൾ അവിടെ കുറേ റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഉണ്ടല്ലോ. അപ്പം ഇന്നിപ്പോൾ അവനെ ഇഷ്ടമുള്ളൊരു ടാജിലെ ഫിഷ് ഫിംഗർ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് വേണം എന്ന് പറഞ്ഞു. അത് കാരണം അതും കൊണ്ടൊന്ന് അവനെ കൊണ്ടൊന്ന് ജസ്റ്റ് പുറത്തിറങ്ങിയതാണ്. ഞങ്ങൾ ട്രാവലിലായിരുന്നു, 3-4 ദിവസമായിട്ട് ട്രാവലിംഗ് ആയിരുന്നു. അപ്പോൾ ഇന്ന് രാവിലെ ഷോപ്പിൽ ചെന്ന് കുറച്ച് പണിയൊക്കെ തീർത്ത് കഴിഞ്ഞ് ഈവനിങ് ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. റേക്കുട്ടി, നമ്മൾ എവിടെയാണ് പോകുന്നത്? നമ്മളിപ്പോൾ എവിടെയാണ് പോകുന്നത്? അച്ഛക്ക് അറിഞ്ഞൂടെ? വഴി പറഞ്ഞു കൊടുക്കണം. വഴി ഫോണിലാ? എങ്ങനെ? സ്ലോ ചെയ്യാം. എല്ലാം അറിയാം. റൊണാൾഡോ മുടിയായി. ഗുഡ് ബൈ. ആ, ഫുട്ബോൾ കളിച്ചിട്ടാണോ? ഫുട്ബോൾ എടുത്തിട്ടുണ്ടോ? എന്ത് ബാഗിൽ എവിടെ? ആ ബോൾ എടുക്കാം നമുക്ക്. ഫുട്ബോൾ കളിക്കുന്ന ഏറ്റവും ഇഷ്ടാരിയ, ഫസ്റ്റ് ഇഷ്ടാരിയ റൊണാൾഡോ. സെക്കൻഡ് ആരാ? ക്രിസ്റ്റീനോ റൊണാൾഡോയെ മാത്രം. റൊണാൾഡോയുടെ വൈഫിന് വരണം. ക്രിസ്റ്റീനോ റൊണാൾഡോ. പിന്നെ സെക്കൻഡ് ആരാ? സെക്കൻഡ് ആരാ ഇഷ്ടം? അമ്മ കേട്ടില്ല. അത് വൈഫല്ലേ? റൊണാൾഡോയുടെ വൈഫിന് പേരണ ജോർജീനയാ? ജോർജീന ഇഷ്ടാണോ? ഓ ഇഷ്ടാ. ജോർജീന ആരാടാ? നിന്റെ വൈഫോ? ക്രിസ്റ്റീനയുടെ വൈഫാണോ? ഞാൻ ഓർത്ത് നിന്റെ വൈഫായിരിക്കും. പിന്നെ അത് കഴിഞ്ഞ് ഇഷ്ടാരാ? ജൂനിയർ. ജൂനിയർ എങ്ങനെയുണ്ട്? നല്ലപോലെ ഫുട്ബോൾ കളിക്കുവോ? നെയ്മറിനെ ഇഷ്ടമാണോ? നോ. വൈ നോട്ട്? മെസ്സി ഇങ്ങനെയാണ് നിൽക്കുന്നത്. കൊള്ളല്ലോ. ഫണിയാ. നെയ്മർ ഇഷ്ടമാണോ? നമുക്ക് അവരുടെ വീട്ടിലൊന്ന് പോയാലോ? നെക്സ്റ്റ് വെക്കേഷൻ അല്ലേ? സ്കൂളിൽ നിന്ന് വെക്കേഷൻ കിട്ടുമ്പം നമുക്ക് അപ്പൊ നമുക്ക് അടുത്ത വെക്കേഷന്, ഇപ്പൊ കുഞ്ഞല്ലേ, സ്മോൾ ബേബി അല്ലേ, അടുത്ത വെക്കേഷൻ നമുക്ക് മെസ്സിയെ കാണാം. ഓ ചേട്ടനാണോ? മൈ ഗാഡ്. മോൻസി, അവൻ ചേട്ടനാ, ബേബി അല്ല കേട്ടോ. റേയുടെ പേരെന്നാ? ശരിക്കുള്ള പേരെന്നാ? റീഗൻ. ബാക്കി പേരുണ്ടല്ലോ. റീഗൻ റെക്സ് പഠിക്കൻ. ഒന്നുകൂടെ പറഞ്ഞേ. പക്ഷെ മുതൽ എന്താ പേര്? ഇന്നലെ മുതൽ നമ്മൾ വേറെ പേരിട്ടായിരുന്നു. ഹെയർ സ്റ്റൈൽ ചെയ്യാൻ പോയപ്പോൾ നീ അവിടെ ചെന്നിട്ട് എന്താ പറഞ്ഞു? റൊണാൾഡോ ആക്കണമെന്ന് പറഞ്ഞു. ആദ്യമായിട്ടാണ് റൊണാൾഡോ കരയാതിരുന്ന് മുടി വെട്ടിയത്. അങ്ങനെ കണ്ണടി നോക്കി റൊണാൾഡോയുടെ വീഡിയോയും കാണിച്ച് ഫോട്ടോയും കാണിച്ച് അങ്ങനെ റൊണാൾഡോ ആയിരിക്കുവാണ്. റീഗൻ പോയി ഗുഡ് ബോയ് ആയിട്ട് മുടി വെട്ടി. ഏറ്റവും ഇഷ്ടമുള്ള ഹോട്ടൽ ഏതാ? ടാജ്. അവിടെ ടാജിൽ നിനക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഫുഡ് എന്നാ? ഫിഷ് ഫിംഗർ ആണോ? വേറൊരു സാധനം കൂടെ ഇഷ്ടമുണ്ടല്ലോ. ഫിഷ് ഫിംഗറും ഫ്രഞ്ച് ഫ്രൈ. പിന്നെ ജ്യൂസ് എന്താ അവിടെ ചെന്നാ കുടിക്കുന്നത്? റെഗുന്റെ ഫേവറേറ്റ് ജ്യൂസ് ഏതാ? ഓറഞ്ച് ജ്യൂസ് ആണോ? അങ്കിള് റേക്കുട്ടൻ ചെല്ലുമ്പോഴോ റേക്കുട്ടന് ഓറഞ്ച് ജ്യൂസ് എടുത്തരല്ലേ? ഫസ്റ്റില് ഓറഞ്ച് ജ്യൂസ് തരില്ലേ? എന്നിട്ട് ഫിഷ് ഫിംഗർ ഫുള്ള് കഴിക്കോ? ഫുള്ള് കഴിക്കും. അത് ലെഫ്റ്റിലേക്കാ. അതിനും ചോദിക്കട്ടെ, സിഗ്നൽ കാര്യം ചോദിക്കട്ടെ.
ഈ സിഗ്നലിൽ റെഡ് ലൈറ്റ് വരുമ്പോൾ എന്താ ചെയ്യണ്ടേ? സ്റ്റോപ്പ്. ഗ്രീൻ വരുമ്പം ഗോ. ഓക്കെ. ട്രാഫിക് ബ്ലോക്കിൽ പെട്ടുപോയി. നമ്മുടെ റോങ് ടൈമിൽ ഇറങ്ങി. ഇത്തിരി കൂടെ നേരത്തെ ഇറങ്ങണമായിരുന്നു. എല്ലാവരും ജോലി കഴിഞ്ഞിട്ട് പോകുന്ന നേരെ പോവാം. തിരിക്കാൻ കയറിയണ്ടോ അവന്? ഏടം മിടുക്കനാണല്ലോ നീ. കാണിച്ചേ പ്രിയ തന്നെ എടുത്താ. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. അങ്ങനെ നമ്മൾ ചാർജിലെത്തി. അങ്ങനെ റേക്കുട്ടനെ കൊണ്ടൊന്ന് ബോൾ കളിക്കാനായിട്ട് ഒന്ന് ജസ്റ്റ് പോവാട്ടോ. നല്ല വ്യൂ. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. എപ്പോഴും ഞങ്ങൾ ഈവനിങ്ങൊക്കെ സമയം കിട്ടിയാൽ നമുക്ക് വരുന്നൊരു സ്ഥലമാണ് ഇത്. ആക്ച്വലി അതിൻ്റെ ആ കോർണറിലുള്ള വ്യൂ ഒക്കെ ഭയങ്കര നല്ലതാണ്. അവിടെ ഇരുന്ന് കുറച്ച് പീസ്ഫുള്ളായിട്ടൊക്കെ നമുക്ക്. ഇത്രയും നേരത്തെ ഒരിക്കലും വരാറില്ല. ഇച്ചിരി കൂടെ ലേറ്റായിട്ടാണ് വരുന്നത്. ഇന്ന് ഇത്തിരി നേരത്തെ. അപ്പോൾ അതുകൊണ്ട് ആ വ്യൂ നല്ലതായിട്ട് കാണാൻ പറ്റി. കഴിക്കും. ഞാൻ ബോട്ട് പോകുന്നുണ്ട്. ഈ പറയാം ഞങ്ങളുടെ ഇഷ്ടം കൊണ്ടാണ് ഇവിടെ അവനെ കൊണ്ട് വന്നത്. അവനിവിടെ വന്നപ്പോൾ ഇവിടുത്തെ ഒരു ഫിഷ് ഫിംഗർ ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ ആ ഫിഷ് ഫിംഗർ കഴിക്കാൻ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ വരാൻ തുടങ്ങി. പറഞ്ഞോ വന്നോ? എന്താ പറഞ്ഞേ? എന്നാ ഭംഗി വാ. എന്താ പറഞ്ഞ അങ്കിളിനോട്? പറഞ്ഞോ? പറഞ്ഞോ? മൊത്തം എനിക്കൊരു ഫിഷ് ഫിംഗർ വേണം, ഒരു ജ്യൂസ് വേണം, അങ്ങനെ പറ. അങ്ങനെയാണ് അത് കഴിക്കുന്നത്. ഓ മൈ ഗാഡ്. ആ ഹോട്ട്. അവിടെ മമ്മ വന്നു. അമ്മ കട്ടി അമ്മേനെ വരുന്നേ കാണാം. ആ വെരി ഹോട്ട് ഇറ്റ് ഈസ്. കണ്ടോ? For some lemon. കഴിച്ചു തുടങ്ങിയില്ല ഇതുവരെ കേട്ടോ. എങ്ങനെയുണ്ട്? യമ്മിയാണോ? ചുണ്ടലെന്തോ ഇരിക്കുന്നു. കണ്ണൊക്കെ അങ്ങ് ആസ്വദിച്ചാൽ കഴിക്കുന്നുണ്ടോ ഇപ്പം? കാണിക്കാൻ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ കഴുക. എങ്ങനെയൊന്ന് കാണിച്ച അങ്ങനെ. അങ്ങനെ ഇന്നത്തെ ഞങ്ങളുടെ ഒരു റിലാക്സ് ഡേ ആയിരുന്നു. ഈവനിങ് ഫുൾ റേക്കുട്ടൻ്റെ കൂടെ അല്ലെ ഞങ്ങളുടെ റീഗൻ ഞങ്ങളുടെ കൊച്ചുമോൻ്റെ കൂടെ സ്പെൻഡ് ചെയ്ത് അങ്ങനെ ഒന്ന് റിലാക്സ്ഡായി. അങ്ങനെ ഞങ്ങൾ ഇന്നത്തെ ദിവസം അവസാനിപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ നിങ്ങളെല്ലാവരെയും നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരെ സീ യു ബൈ.